മണ്ഡലകാലം മുതൽ ശബരിമല സന്നിധാനത്ത് എല്ലാ ദിവസവും സദ്യയും കേരളീയ ഭക്ഷണവും മാത്രം. ഒരാൾക്ക് വരുന്ന ചെലവ് കണക്കാക്കി ബോർഡ് ടെൻഡർ നടപടി തുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തർ കേരളീയ ഭക്ഷണം കഴിക്കില്ല എന്ന ധാരണ ശരിയല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഗുരുദ്വാരയിൽ പോകുന്ന മലയാളി സദ്യ വേണമെന്ന് പറയുന്ന പോലെ എന്ന് കെ ജയകുമാർ IAS മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അടുത്ത മണ്ഡലകാലം മുതൽ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് അയ്യപ്പ ദർശനം കഴിഞ്ഞ് പായസം കൂട്ടി സദ്യ കഴിച്ചു മടങ്ങാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നദാനം നിലവിൽ 3 ദിവസമാണ് കേരള സദ്യ. അത് അടുത്ത മണ്ഡലകാലം മുതൽ എല്ലാ ദിവസവും കേരള സദ്യയാണ്. ആ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യ തീർത്ഥാടനത്തിൽ അന്നദാനത്തിനെ പറ്റി ഒരു ആശയക്കുഴപ്പവുമില്ല. ബോർഡ് വളരെ വ്യക്തമായ തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ മെനു ഇങ്ങനെയാണ്: രാവിലെ നമ്മൾ ദക്ഷിണേന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലിയോ ഉപ്പുമാവോ അങ്ങനെയുള്ളത്. ഉച്ചയ്ക്ക് കേരളീയ സദ്യ വിത്ത് പായസം അതിന് പപ്പടം. രാത്രി കഞ്ഞി മാത്രമേ ഉള്ളൂ. ചപ്പാത്തി ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ ധാരണ. ഏതായാലും ഈ മെനു നമ്മൾ ഉറപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദേവസ്വം ബോർഡ് അന്നദാനത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങി നൽകും. കരാറുകാർ അത് പാചകം ചെയ്യും. ഇത്തവണ അതിലൊരു മാറ്റം വരുത്തുകയാണ്. ടെൻഡർ ആ വിധത്തിലാണ് നൽകുന്നത്. ഇപ്രാവശ്യം ടെൻഡർ വിളിക്കുന്നത് തന്നെ ഇതെല്ലാം കൂടി ചേർത്താണ്. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കും, കുറച്ച് അങ്ങനെയില്ല. പെർ ഹെഡ് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒരാളിന് കൊടുക്കുന്നതിന് എത്ര രൂപ, അങ്ങനെ ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അയാൾ തന്നെ എംപ്ലോയീസിനെ കൊണ്ടുവരണം. നമ്മൾ ഗ്യാസ് കൊടുക്കും, ഇലക്ട്രിസിറ്റിയും വെള്ളവും കൊടുക്കും. ഗ്യാസിൻ്റെ പൈസ നമ്മൾ വാങ്ങും. ഇതേ ഉള്ള ഏർപ്പാട്. കെ ജയകുമാർ IAS ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന ശേഷം ആദ്യമായി കഴിഞ്ഞ തവണയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിലെ അന്നദാനത്തിൽ സദ്യ ഉൾപ്പെടുത്തിയത്. അന്ന് സദ്യ ഉൾപ്പെടുത്തിയപ്പോൾ ചില വിമർശനങ്ങൾ വന്നിരുന്നു. ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് സദ്യ ഒരുപോലെ സ്വീകാര്യമാകുമോ എന്ന്. അതിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മറുപടിയുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കേരളീയ സദ്യ പ്രശ്നമല്ലേ? ഇത് കേട്ടാൽ തോന്നും ഈ പുലാവും സാമ്പാറുമാണ് ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെ ആളുകൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള പ്രസംഷൻ ശരിയല്ല. ഒരു ദിവസം ശബരിമലയിൽ വരുമ്പോൾ കേരളീയമായിട്ടുള്ള സദ്യ കഴിക്കുന്നതിന് ആർക്കും ഒരു മടിയുമില്ല. ദിവസവും കഴിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ അന്യദേശക്കാർക്ക് ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഇപ്പോൾ പഞ്ചാബിൽ ഒരു ഗുരുദ്വാരയിൽ പോയാൽ, അവരുടെ ലങ്കാറിൽ പോയാൽ അവരുടെ ചപ്പാത്തിയും ദാലും തന്നെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അല്ല നിങ്ങൾ മലയാളിയാണല്ലേ, നിങ്ങൾക്ക് കേരളീയ സദ്യ തരാൻ നമ്മൾ ആരും പറയുന്നില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ വന്നാൽ സദ്യ കൊടുത്ത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയുടെ കൂടെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു പ്രശ്നമില്ല. സദ്യ അന്നദാനമായി നൽകുമ്പോൾ ചെലവ് വല്ലാണ്ട് വർദ്ധിക്കുമെന്ന അഭിപ്രായം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ചിലർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും അന്നദാനത്തിനുള്ള ഫണ്ട് അന്നദാന ഫണ്ടിൽ നിന്ന് മാത്രം മതിയാകില്ല എന്ന നിരീക്ഷണമാണ് അവർ നടത്തുന്നത്. അപ്പോൾ എങ്ങനെ പണം കണ്ടെത്തും എന്ന ഒരു ചോദ്യം ദേവസ്വം ബോർഡിൻ്റെ മുന്നിലുണ്ട്. ക്യാമറ പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.